Good morning. Today we are going to discuss most economical trapezoidal channel problems. Here you have the first question. Design the most economic section of trapezoidal channel to convey a discharge of 10,200 cubic meters per hour. Adopt bed slope as 1 in 1,200 and side slopes 1 vertical to 2 horizontal. Take C is equal to 30. So, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, സൈഡ് സ്ലോപ്പ് തന്നിട്ടുണ്ട്, ബെഡ് സ്ലോപ്പ് അഥവാ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് തന്നിട്ടുണ്ട്, ചെസിസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ C തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പീസോയിഡൽ ചാനൽ സെക്ഷന്റെ ഏതൊരു പ്രോബ്ലം ആണെങ്കിലും അതിൻ്റെ ഡയമെൻഷൻസ് ഡിസൈൻ ചെയ്യാൻ ചോദിക്കുന്ന ഏതൊരു പ്രോബ്ലം ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പീസോയിഡൽ ചാനൽ സെക്ഷന്റെ ഫസ്റ്റ് കണ്ടീഷൻ എഴുതണം. ഫസ്റ്റ് കണ്ടീഷൻ ഈസ് b plus 2nd divided by 2 is equal to d into root of n square plus 1. That is half of top width is equal to length of sloping side. അല്ലേ, ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കൂ, സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് 1 vertical to 2 horizontal ആണ്. അതായത് n is equal to ആദ്യം horizontal value എഴുതുക 2 divided by vertical value 1 which is equal to 2 by 1 is equal to 2. സൈഡ് സ്ലോപ്പ് n equal to 2 എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ b plus 2 into d whole divided by 2 is equal to d into root of n ന്റെ value 2 ആണ്, 2 square plus 1. From this we are obtaining b plus 4d whole divided by 2 is equal to d into root of 2 square 4 plus 1 root 5. From this b plus 4d is equal to 2 into root 5d. From this expression b is equal to 2 into root 5d minus 4d. d പുറത്തെടുത്ത് എഴുതുന്നു, 2 root 5 ൽ നിന്നും 4 മൈനസ് ചെയ്യുന്നു, നമുക്ക് 0.472 d എന്ന് കിട്ടുന്നു. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ഡിസ്ചാർജ് തന്നിട്ടുണ്ടല്ലോ, ഡിസ്ചാർജ് Q is equal to ഏരിയ ഇൻറ്റു വെലോസിറ്റി അല്ലേ. സോ നമുക്ക് ഏരിയയും വെലോസിറ്റിയും കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമ്മുടെ മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പീസോയിഡൽ ചാനൽ സെക്ഷന്റെ ഫസ്റ്റ് കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ബ്രെഡ്ത്തിന് ഡെപ്തിലുള്ള ഒരു എക്സ്പ്രഷൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഏരിയയുടെ ഇക്വേഷൻ എഴുതാം. ഏരിയ A is equal to b plus nd into d. Or we can write as BD into ND square. ഈ BD plus ND square ൽ നിന്ന് D പുറത്തെടുത്ത് എഴുതിയതാണ് B plus ND into D. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. B യുടെ വാല്യൂ 0.472 D plus N 2 ആണ്, 2D into D. 0.472 D plus 2D എന്ന് പറയുമ്പോൾ 2.472 D into D എന്ന് പറയുമ്പോൾ ഇവിടെ D സ്ക്വയർ ആയി മാറും. ഏരിയ കിട്ടി. അടുത്തതായിട്ട് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? v is equal to c into root mi ആണ്. c യുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. m നമുക്ക് കണ്ടുപിടിച്ചൂടെ? മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പീസോയിഡൽ ചാനൽ സെക്ഷന്റെ കേസിലുള്ള ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ഓക്കെ, m is equal to d by 2 ആയിരിക്കും. i ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 by 1200 ആണ്. So velocity v is equal to c30 into root of m ന് പകരം d by 2 into I ക്ക് പകരം 1 by 1200. From this we are obtaining 30 into root of d by 2400. d into 1 d, 2 into 1200, 2400. Okay, discharge Q is equal to area into velocity ആണ്. ഇതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഏരിയ 2.472 d square into velocity 30 into root of d by 2400. ഓക്കെ, നമുക്ക് ഡിസ്ചാർജ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10,200 cubic meters per hour ആണ്. മീറ്റർ ക്യൂബ് പെർ ഹവർ ആണ്. അതായത് മീറ്റർ ക്യൂബ് പെർ ഹവറിനെ നമ്മൾ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ട് മാറ്റണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഡിവൈഡഡ് ബൈ 60 into 60 ചെയ്തിട്ടുള്ളത്. 1 hour is equal to 60 minutes അല്ലേ. ഓക്കെ, സോ 1 hour is equal to 60 minutes. 1 minute എന്ന് പറഞ്ഞാലോ 60 seconds.
സോ ഹവറിനെ സെക്കൻഡ്സിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഡിവൈഡഡ് ബൈ 60 into 60 ചെയ്യുന്നു. സോ ക്യൂക്ക് പകരം 10,200 ഡിവൈഡഡ് ബൈ 60 into 60 is equal to 2.472 into 30 into ഇവിടെ d സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു d raised to 1/2. d സ്ക്വയർ into d raised to 1/2 എന്ന് പറയുമ്പോൾ a raised to m into a raised to n എന്നുള്ള ഫോമിലാണ്. അതായത് a raised to m plus n, അതായത് d raised to 2 plus 1/2, that is d raised to 5/2 divided by ഇവിടെയുള്ള root of 2400. ഓക്കെ, സോ നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് d raised to 5/2 ന്റെ വാല്യൂ ആദ്യം കിട്ടുന്നു. അതിൽ നിന്ന് d യുടെ വാല്യൂ 1.284 മീറ്റർ എന്ന് കിട്ടുന്നു. ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് d raised to 5/2 ന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 1.871 ആണ്. ഓക്കെ, അതിൽ നിന്നും എങ്ങനെയാണ് d യുടെ വാല്യൂ നമ്മൾ കണ്ടെത്തുന്നത്? 1.871 raised to 2/5 എടുത്താൽ മതി. 5/2 തിരിച്ചിട്ടിട്ട് 2/5 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് d യുടെ വാല്യൂ 1.284 ആണെന്ന് കിട്ടും. ഓക്കെ, സോ നമ്മൾ പ്രോബ്ലത്തിന്റെ സ്റ്റാർട്ടിങ്ങിലെ ബ്രെഡ്ത്ത് b is equal to 0.472 d ആണെന്ന് കണ്ടെത്തി വെച്ചിട്ടുണ്ട്. Then breadth b is equal to 0.472 into depth 1.284 which is equal to 0.606 meter. So ഇവിടെ നമ്മൾ മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പിസോയിഡൽ ചാനൽ സെക്ഷൻ ഡിസൈൻ ചെയ്തു കഴിഞ്ഞു. അതായത് ബ്രെഡ്ത്ത് ഓഫ് ചാനലും ഡെപ്ത് ഓഫ് ചാനലും കണ്ടുപിടിച്ചു. ഓക്കെ, here it is the second question for you. Determine the dimensions of the trapezoidal channel of the most economical section to carry a discharge of 6 cumets at a velocity of 1.6 meter per second. The side slope of channel are 1/2 horizontal to 1 vertical. If chassis constant c is 60, what is the bed fall per kilometer length of channel? സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ട് പാർട്ട് ഉണ്ട്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പിസോയിഡൽ ചാനൽ സെക്ഷന്റെ ഡയമെൻഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി ബെഡ് ഫോൾ പെർ കിലോമീറ്റർ ലെങ്ത് ഓഫ് ചാനൽ ആണ്. അതായത് ഐ കണ്ടുപിടിക്കണം, ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ചാനൽ സെക്ഷന്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്ചാർജ് Q തന്നിട്ടുണ്ട്. സോ മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു മോസ്റ്റ് എക്കണോമിക്കൽ ചാനൽ സെക്ഷന്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എടുത്തെഴുതണം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ വരുന്നത് b plus 2nd divided by 2 is equal to d into root of n square plus 1. അതായത് half of top width is equal to length of sloping side. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഡിസ്ചാർജ് Q is equal to 6 cumecs എന്ന് തന്നിട്ടുണ്ട്. cumecs എന്ന് പറഞ്ഞാൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. സോ Q is equal to 6 meter cube per second. വെലോസിറ്റി v is equal to 1.6 meter per second എന്ന് തന്നിട്ടുണ്ട്. സൈഡ് സ്ലോപ്പ് n is equal to 1/2 horizontal to 1 vertical ആണ്. 1/2 by 1 which is equal to 1/2. ഓക്കെ, ചെസിസ് കോൺസ്റ്റന്റ് c equal to 60 എന്നും തന്നിട്ടുണ്ട്. സോ നമുക്ക് ഗിവൺ വാല്യൂസ് നമ്മുടെ ഈ ഒരു കണ്ടീഷനിൽ അപ്ലൈ ചെയ്യാം. b plus 2 into n എന്ന് പറഞ്ഞാൽ 1/2, 1/2 എന്ന് പറഞ്ഞാൽ 0.5, 0.5 into d whole divided by 2 is equal to d into root of n square plus 1, d into root of 0.5 square plus 1. From this 2 into 0.5 എന്ന് പറഞ്ഞാൽ 1 ആണ് വരിക. then b plus d എന്ന് കിട്ടുന്നു. ഈ ഒരു 2നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. 2 into root of 0.5 square plus 1 എന്ന് പറഞ്ഞാൽ root 5 into d. b plus d equal to root 5d. From this b is equal to 1.24d. അതായത് root 5d minus d. അതായത് root 5 minus 1. That is 1.24 into d. നമുക്ക് ക്വസ്റ്റ്യനിൽ ഡിസ്ചാർജ് അല്ലേ തന്നിട്ടുള്ളത്, അതായത് Q. Q is equal to എന്താണ്? ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. ഇവിടെ വെലോസിറ്റി ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ഈസ് ഈക്വൽ ടു b plus nd into d ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ബിക്ക് പകരം നമ്മൾ ഈക്വേഷൻ കണ്ടെത്തിയിട്ടില്ലേ? 1.24d പ്ലസ് n എത്രയാണ്? 0.5 into d into d. 1.24d plus 0.5d എന്ന് പറഞ്ഞാൽ 1.74d ആയിരിക്കും. പുറത്തൊരു d കൂടെ ഉണ്ട്. then 1.74d സ്ക്വയർ.
So discharge Q is equal to area into velocity. Discharge നമുക്ക് 6 എന്ന് തന്നിട്ടുണ്ട്, 6 meter cube per second. Then 6 is equal to area 1.74 d square into velocity 1.6. From this we are obtaining depth of flow or depth of channel D is equal to 1.47 meter. Depth of channel കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് breadth കണ്ടുപിടിച്ചൂടെ? breadthനുള്ള ഇക്വേഷൻ നമ്മൾ ഇവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട് 1.24d. Then breadth is equal to 1.24 into 1.47, that is depth, which is equal to 1.82 meter. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തു കഴിഞ്ഞു. ക്വസ്റ്റ്യന്റെ രണ്ടാമത്തെ പാർട്ട് നോക്കാം. ബെഡ് ഫാൾ പെർ കിലോമീറ്റർ ലെങ്ത് ഓഫ് ചാനൽ. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു I ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, നമ്മുടെ ചെസീസ് ഇക്വേഷൻ എടുത്തെഴുതാം. B is equal to C into root mi. Velocity 1.6 which is equal to C 60 into root of mi. M is equal to എന്തായിരിക്കും? D/2 ആയിരിക്കും. ഒരു മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പിസോയിഡൽ ചാനൽ സെക്ഷന്റെ കേസിൽ m equal to d/2 ആയിരിക്കും. d നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 1.47. സോ 1.47/2 നേരിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇൻറ്റു I. ഓക്കെ, ഇക്വേഷൻ സ്ക്വയർ ചെയ്യുന്നു. 1.6ന്റെ സ്ക്വയർ 2.56 which is equal to 60യുടെ സ്ക്വയർ 3600 ഇൻറ്റു ഇവിടെ റൂട്ട് പോകും, സ്ക്വയർ ചെയ്യുമ്പോൾ 1.47/2 into I. From this we are obtaining value of I as 9.67 into 10 raised to minus 4. ഇവിടെ ബെഡ് ഫാൾ പെർ കിലോമീറ്റർ ലെങ്ത് ഓഫ് ചാനൽ ആണ്. സോ നമുക്ക് കിട്ടിയ I വാല്യൂവിനെ നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. Then we are obtaining 0.97 meter. Third problem. A trapezoidal channel has side slopes 2 vertical to 3 horizontal. The discharge in the channel is 20 cumets with a bed slope of 1 in 2000. Design the channel for its best form. Use Manning's formula. Take n is equal to 0.01. മുമ്പത്തെ പ്രോബ്ലംസ് ചെയ്ത പോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും നമുക്ക് മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പിസോയിഡൽ ചാനൽ സെക്ഷൻ ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മുമ്പത്തെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഏത് വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മൾ ചെസീസ് ഫോർമുലയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് മാനിങ്സ് ഫോർമുല ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം മാനിങ്സ് ഫോർമുലയിലെ എന്നിന്റെ വാല്യൂ ആണ് ഇവിടെ 0.01 എന്ന് തന്നിട്ടുള്ളത്. ഓക്കെ, സോ ഗിവൺ ഡാറ്റ എടുത്തെഴുതാം. Q discharge is equal to 20 cumets ആണ്. cumets എന്ന് പറഞ്ഞാൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. സോ discharge Q is equal to 20 meter cube per second. ബെഡ് സ്ലോപ്പ് I is equal to 1 in 2000 എന്ന് തന്നിട്ടുണ്ട്. സൈഡ് സ്ലോപ്പ് n is equal to 2 vertical to 3 horizontal ആണ്. സോ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആദ്യം എഴുതി ഡിവൈഡഡ് ബൈ വെർട്ടിക്കൽ കമ്പോണന്റ് 2. സോ n is equal to 3/2 which is equal to 1.5. ക്വസ്റ്റ്യനിൽ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. D ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്, B ബ്രെഡ്ത്ത് ആണ്, സൈഡ് സ്ലോപ്പ് 2:3 ആണെന്ന് തന്നിട്ടുണ്ട്. സൈഡ് സ്ലോപ്പ് 2:3 ആണെങ്കിൽ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ND ആയിരിക്കും, ദാറ്റ് ഈസ് 3/2D ആയിരിക്കും. സോ നമുക്ക് പ്രോബ്ലം ചെയ്തു തുടങ്ങാം. മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പിസോയിഡൽ ചാനൽ സെക്ഷന്റെ ഫസ്റ്റ് കണ്ടീഷൻ എഴുതുന്നു. B plus 2ND divided by 2 is equal to D into root of n square plus 1. Half of top width is equal to length of sloping side. n ന്റെ വാല്യൂ നമുക്ക് അറിയില്ലേ, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. B plus 2 into n 1.5 into D whole divided by 2 is equal to D into root of n square plus 1, that is 1.5 square plus 1. 2 into 1.5 എന്ന് പറഞ്ഞാൽ 3 ആണ്. Then B plus 3D. 2 ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. 2 into root of 1.5 square plus 1 എന്ന് പറഞ്ഞാൽ root of 1.8 ആണ്. ഈ D അതുപോലെ ഇടുന്നു. From this B plus 3D is equal to 3.6D. ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് B യുടെ വാല്യൂ കിട്ടുന്നു 3.6D minus 3D which is equal to 0.6D. ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്ചാർജ് ആണ് തന്നിട്ടുള്ളത്. ഡിസ്ചാർജ് Q is equal to area into velocity ആണ്. സോ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയയുടെ എക്സ്പ്രഷന് B plus ND into D ആണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. B യുടെ വാല്യൂ 0.6D. 0.6D plus N ന്റെ വാല്യൂ 1.5 into D
whole into d, which is equal to 2.1 d square. Okay, നമുക്കിനി ഡിസ്ചാർജിന്റെ വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q is equal to AV. ഇവിടെ നമ്മളോട് മാനിങ്സ് ഫോർമുലയാണ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. മാനിങ്സ് ഫോർമുല പ്രകാരമുള്ള വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് V is equal to 1 by n m raised to 2 by 3 I raised to 1 by 2. ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് m ആവശ്യമുണ്ട്, ഹൈഡ്രോളിക് മീൻ ഡെപ്ത് അല്ലേ. സോ മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പിസോയിഡൽ ചാനൽ സെക്ഷന്റെ കേസിൽ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് m is equal to ഡെപ്ത് ഓഫ് ഫ്ലോ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് m is equal to d by 2. നമ്മുടെ ഡിസ്ചാർജിന്റെ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q എന്ന് പറയുന്നത് 20 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. 20 is equal to ഏരിയ നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട് 2.1 d സ്ക്വയർ ഇൻറ്റു വെലോസിറ്റിക്ക് ഈ ഒരു വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1 by n 1 by 0.01 ഇൻറ്റു എമ്മിന് പകരം d by 2 raised to 2 by 3 ഇൻറ്റു ഐയുടെ വാല്യൂ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 1 by 2000 1 by 2000 raised to 1 by 2. Okay, from this 20 is equal to ഇവിടെ നമ്മൾ 2.1 into 1 by 0.01 into 1 by 2 raised to 2 by 3 into 1 by 2000 raised to 1 by 2 ചെയ്യുമ്പോൾ നമുക്ക് 2.958 എന്ന് കിട്ടുന്നു. ഇവിടെ d സ്ക്വയർ ഉണ്ട്, ഇവിടെ d raised to 2 by 3 ഉണ്ട്. അതായത് a raised to m into a raised to n, that is a raised to m plus n, that is d raised to 8 by 3. From this d raised to 8 by 3 is equal to 20 by 2.958, which is equal to 6.76. d is equal to എന്തായിരിക്കും അപ്പോൾ 6.76 raised to 3 by 8. ഇവിടെ 8 by 3 ആയിരുന്നു, അപ്പോൾ d യുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് 6.76 raised to 3 by 8 ആണ് എടുക്കേണ്ടത്, which is equal to we are obtaining 2.04 meter. ഡെപ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ്ത്ത് കണ്ടുപിടിച്ചൂടെ. ബ്രെഡ്ത്തിന്റെ ഇക്വേഷൻ നമ്മൾ ഇവിടെ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ട്. b is equal to 0.6 d. From this b is equal to 0.6 into 2.04, which is equal to 1.228 meter. So in today's section we have discussed 3 problems of most economical trapezoidal channel section. Okay, thank you.